ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈൻസിൽ കണ്ട ഈ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വിശദമായി നമ്മൾ നൽകുകയുണ്ടായി. ഈ നിമിഷങ്ങളിൽ ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിൽ വെടിവെപ്പിൽ 10 മരണം, 12 പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് ബോണ്ടി ബീച്ചിലാണ്. ജൂതരുടെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെയാണ് ഈ ആക്രമണമുണ്ടായത്. ഈ വെടിവെപ്പിൽ 10 പേരാണ് മരിച്ചിരിക്കുന്നത്, 12 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ജൂതന്മാർ പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷമാണ് ഹനൂക്ക എന്നത്. അതിനിടയിലേക്ക് 2 തോക്കുധാരികൾ പാഞ്ഞു കയറുകയായിരുന്നു. അവർ തുരുതുര വെടിവെക്കുകയായിരുന്നു. വെടിവെപ്പിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകുന്നു. സിഡ്നിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ബോണ്ടി ബീച്ചിലാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ, അതായത് 10 പേർ മരണപ്പെടുകയും 12ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോണ്ടി ബീച്ചിലേക്ക് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബോണ്ടി ബീച്ചിലേക്ക് ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അധികൃതർ. ഏതായാലും ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിഡ്നിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ബീച്ചാണ് ഈ ബോണ്ടി ബീച്ച് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം, ടൂറിസത്തിന്റെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ടൂറിസത്തിലെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് ഈ ഒരു ബോണ്ടി ബീച്ച്. നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. അവിടെയാണ് ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. പോലീസും എമർജൻസി ടീമും പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ 2 ഷൂട്ടർമാരെ കസ്റ്റഡിയിലെടുത്തതായാണ് അപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 50 റൗണ്ടാണ് വെടിവെപ്പ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. 50ഓളം റൗണ്ട് വെടിവെപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച 2 പേരാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയിരിക്കുന്നത്. ആളുകൾ നിലവിളിക്കുകയും ചിതറിയോടുകയും ചെയ്തതോടെയാണ് ഇരുവരും തുടരെ വെടിവെച്ചു കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യം വെടിവെച്ചു, പിന്നീട് ആളുകൾ ചിതറിയോടി, പിന്നീട് ഇവർ ഈ ചിതറിയോടുന്നവർക്ക് നേരെ തുടരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബോണ്ടിയിലെ സംഭവം ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് തന്റെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ജൂത മതസ്ഥരുടെ ഉത്സവമായ ഈ 8 ദിവസത്തെ ഉത്സവമായ ഹാനക്കയുടെ ഒരു ഉത്സവം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുള്ള ഒരു ആഘോഷത്തിനിടെയാണ് ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് കടൽ തീരത്ത് 100 കണക്കിന് ആളുകൾ ഒത്തുകൂടിയ സമയമായിരുന്നു ഇത്. അതിനിടയിലേക്കാണ് ഈ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദ ആക്രമണമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. ഇതിന്റെ സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളായ എക്സിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും 2 ഷൂട്ടർമാരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബനീഷ്, MS. ശരി, ഓസ്ട്രേലിയയിലെ വെടിവെപ്പിൽ 10 പേർ മരിച്ചിരിക്കുന്നു, 12 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബോണ്ടി ബീച്ചിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ജൂതരുടെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടയിലേക്ക് 2 തോക്കുധാരികൾ പാഞ്ഞുകയറി തുരുതുര വെടിവെക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയാണ് ഫൈസൽ അസീസ് ചെയ്തത്.